നാം തന്നെ നമ്മെ അറിയണം, അറിഞ്ഞു സ്വയം നന്നാകണം. പരമസത്യം ഗ്രഹിപ്പതിനു കണ്ടെത്തിടേണ്ട പൊരുൾ താൻ തന്നെ എന്നതിനു കണ്ണാടി കാട്ടി ഗുരുനാരായണായ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ചതയം മുതൽ ചതയം വരെ എന്ന പ്രോഗ്രാമാണ് നമ്മുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ വിഷയം മോതിരം നമുക്ക് ആവശ്യമില്ല. അരുവിപ്പുറത്ത് ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയതിൻ്റെ ഖ്യാതി തിരുവിതാംകൂറും കഴിഞ്ഞ് പുറം പ്രദേശങ്ങളിലും വളരെ വേഗം വ്യാപിക്കുകയുണ്ടായി. അതോടെ ഗുരുദേവനെ ദർശിക്കുവാനും അവിടുത്തെ അനുഗ്രഹം വാങ്ങുവാനുമായി സ്വദേശ വിദേശ ഭേദമില്ലാതെ നിരവധി ആളുകൾ അരുവിപ്പുറത്തെത്തിക്കൊണ്ടിരുന്നു. അവർ പണമായോ ദ്രവ്യമായോ ഗുരുദേവന് എന്തെങ്കിലും കാണിക്ക അർപ്പിച്ചിട്ടേ മടങ്ങാറുള്ളായിരുന്നു. ഗുരുദേവൻ അരുവിപ്പുറത്തില്ലാത്ത വേളകളിൽ അവിടെ എത്തിച്ചേർന്നിരുന്നവർക്ക് ഒരു ഗുരുദേവ ചിത്രം വരച്ച് അത് സാക്ഷാൽ ഗുരുദേവനായി സങ്കല്പിച്ചുകൊണ്ട് പൂജ ചെയ്ത് നിർവൃദ്ധരായി മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. ഒരു ദിവസം അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപത്ത് കെട്ടിട വരാന്തയിൽ ഒരു ചാരു കസേരയിൽ ഗുരുദേവൻ കിടക്കുകയായിരുന്നു. ഗുരുദേവ ദർശനത്തിനായി വന്നവരൊക്കെ അവിടുത്തെ തൃപ്പാദങ്ങളിൽ തൊട്ടു വണങ്ങി നമസ്കരിച്ചു നിന്നു. അക്കൂട്ടത്തിൽ പുലിവാതുക്കൽ വീട്ടിലെ വൃദ്ധനായ ഒരു വൈദ്യനുമുണ്ടായിരുന്നു. അദ്ദേഹം ഗുരുദേവന് ഒരു സ്വർണ്ണമോതിരം കാഴ്ചവെച്ചിട്ട് പറഞ്ഞു, ഇത് അവിടുത്തെ തൃക്കൈകളിൽ ഇട്ടു കാണുവാൻ ഈയുള്ളവന് മോഹമുണ്ട്. ഗുരുദേവൻ വൈദ്യനെയും മോതിരത്തെയും മാറി മാറി നോക്കിയിട്ട് നമുക്ക് മോതിരം ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഗുരുദേവൻ ആ മോതിരം എടുക്കാഞ്ഞതിൽ അത് വച്ചെടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അത് എടുക്കാതെ ആ വച്ച സ്ഥലത്ത് തന്നെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഗുരുദേവൻ എഴുന്നേറ്റ് മറ്റൊരിടത്തേക്ക് നടന്നു. മുറ്റത്തും വരാന്തയിലുമൊക്കെയായി നിന്നിരുന്നവരും അപ്പോൾ ഗുരുവിന് പിന്നാലെ പോയി. ആ നേരത്ത് മോതിരം കാഴ്ചവെച്ച വൈദ്യൻ ഗുരുദേവൻ ഇരുന്നിടത്തുനിന്ന് ശീഘ്രം നടന്നു ചെന്ന് മോതിരം നോക്കി. പക്ഷേ അത് അവിടെ എങ്ങും കാണുകയുണ്ടായില്ല. അതോടെ വൈദ്യൻ ക്രുദ്ധനായി. പിറുപിറുത്തുകൊണ്ട് അദ്ദേഹം അവിടമെല്ലാം പരതുകയും കണ്ണിൽ കണ്ടവരോടൊക്കെ മോതിരം കണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോഴാണ് അടുത്തുള്ള മരച്ചുവട്ടിൽ കുഷ്ഠരോഗിയായ ഒരു സാധു മനുഷ്യൻ ഇരിക്കുന്നത് കണ്ണിൽപ്പെട്ടത്. വൈദ്യൻ ഓടിയെത്തി അയാളോട് മോതിരം എവിടെയെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. താൻ അങ്ങനെ ഒരു മോതിരം കണ്ടിട്ടേയില്ലെന്നും എടുത്തിട്ടേയില്ലെന്നും അയാൾ സത്യം ചെയ്തു പറഞ്ഞു. എന്നാൽ വൈദ്യനത് വിശ്വസിച്ചില്ല. അയാളുടെ ഭാണ്ഡം അഴിച്ചു നോക്കുകയും മോതിരം കാണായികയാൽ കള്ളൻ എന്ന് വിളിച്ച് അയാളെ തല്ലുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ഗുരുദേവൻ അവിടേക്ക് മടങ്ങിയെത്തി. അപ്പോൾ കുഷ്ഠരോഗിയായ ആ സാധു മനുഷ്യൻ അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടു. അയാളുടെ അടുത്തേക്ക് ചെന്ന് ഗുരുദേവൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? രോഗിയായ സാധു പറഞ്ഞു, ആ മോതിരം ഞാൻ എടുത്തിട്ടില്ല സ്വാമി, ഞാനത് കണ്ടുകൂടിയില്ല, സത്യം. എന്നിട്ടും ആ വൈദ്യൻ എന്നെ കള്ളനെന്ന് വിളിക്കുകയും എൻ്റെ ചെകിട്ടത്തടിക്കുകയും ചെയ്തു. അയാളുടെ ചെകിട്ടത്ത് അടി കൊണ്ടതിൻ്റെ വിരൽപ്പാട് തെളിഞ്ഞു കിടന്നിരുന്നത് ഗുരുദേവൻ കണ്ടു. അക്കൂട്ടത്തിനിടയിൽ പതുങ്ങി നിന്നിരുന്ന ആ വൈദ്യനെ നോക്കി അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, നിങ്ങൾ ഈ രോഗിയെ അടിച്ചുവോ? കഷ്ടം. മോതിരം നിങ്ങൾ നമുക്ക് തന്നതല്ലേ, അത് പിന്നെ ആരെടുത്താൽ നിങ്ങൾക്കെന്ത്? അതിൽ ആഗ്രഹം വച്ചുകൊണ്ടാണോ നമുക്ക് തന്നത്? അതിന് വൈദ്യനിൽ നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ല. അടുത്ത ക്ഷണത്തിൽ അവിടെ നിസ്സഹായനായി നിന്നിരുന്ന ആ കുഷ്ഠരോഗിയെ നോക്കി ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞു, നീ വ്യസനിക്കേണ്ട, നിന്നെ അടിച്ചതോടുകൂടി നിന്റെ രോഗവും അവർ എടുത്തിരിക്കുന്നു.
വൈദ്യൻ അന്നു വലിയ പരിഭ്രമത്തോടെയാണ് സ്വഭവനത്തിൽ മടങ്ങിയെത്തിയത്. ഊണും ഉറക്കവും പിന്നീട് അദ്ദേഹത്തിന് ഉണ്ടായില്ല. ആ ഗുരുവചനത്തിൻ്റെ നിരന്തരമുള്ള മുഴക്കത്തിൽ നിന്നും വിടുതൽ നേടുവാനാവാതെ വൈദ്യൻ അശാന്തനാവുകയും ക്രമേണ രോഗിയായി മാറുകയും ചെയ്തു. അതേസമയം അദ്ദേഹത്തിൻ്റെ തല്ലുകൊണ്ട കുഷ്ഠരോഗിയുടെ രോഗം ഭേദപ്പെടുകയും ചെയ്തു. ഗുരുക്കന്മാർ ഒന്ന് ചൊല്ലിയാൽ സത്യം അതിൻ്റെ പിന്നാലെ ഓടിവരും എന്നതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തം ആണ് ഇത്. ഇതോടെ ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും ഭഗവാന്റെയും ശാരദാമ്മയുടെയും കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.